ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ഫഅഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. യാ അയ്യുഹല്ലദീന ആമനുത്തഖുല്ലാഹ ഹഖ്ക തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. വിശുദ്ധ റമളാൻ നമ്മോട് അടുത്തു വരികയാണ്. ആ റമളാൻ അതിൽ ജീവിക്കുവാനും സൽക്കർമ്മങ്ങൾ ചെയ്ത് പടച്ച തമ്പുരാനോട് അടുക്കുവാനും ഉള്ള ഭാഗ്യം അള്ളാഹു നമുക്കേവർക്കും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. വിശുദ്ധ റമളാനിനെ കുറിച്ച് ഏതാനും ചില കാര്യങ്ങളാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. നമ്മുടെ ജീവിതത്തിൽ അറിഞ്ഞിരിക്കേണ്ട, റമളാനുമായി ബന്ധപ്പെട്ട് നമ്മളുടെ ജീവിതത്തിൽ അറിഞ്ഞിരിക്കേണ്ട ഏതാനും ചില മസ്അലകൾ ഇൻഷാ അല്ലാഹ് നമുക്ക് ഈ ക്ലാസ്സിലൂടെ മനസ്സിലാക്കാം. ആദ്യമായി നമ്മൾ മനസ്സിലാക്കേണ്ടത് അസ്സൗം അസ്സിയാം എന്നൊക്കെ നോമ്പിനെക്കുറിച്ച് പറയാം. ഭാഷാ അർത്ഥത്തിൽ അസ്സിയാം സൗം എന്ന് പറഞ്ഞാൽ അൽ ഇംസാഖു അനിഷൈ എന്നാണ്. എന്ന് പറഞ്ഞാൽ ഒരു കാര്യത്തെ തൊട്ട് പിടിച്ചു നിൽക്കുക എന്നാണ്. നമ്മുടെ ജീവിതത്തിൽ നോമ്പെടുത്ത് കഴിഞ്ഞാൽ പകൽ സമയത്ത് ഭക്ഷണം കഴിക്കൂല, വെള്ളം കുടിക്കൂല, അതിനെക്കുറിച്ചൊക്കെ പിടിച്ചു നിൽക്കുന്നവരാണല്ലോ നമ്മൾ. അപ്പോൾ അതുകൊണ്ടാണ് അൽ ഇംസാഖു അനിഷൈ ഭാഷയിൽ അതിൻ്റെ അർത്ഥം അങ്ങനെ വന്നത്. എന്നാൽ മതത്തിൽ ശർഇൽ അതിൻ്റെ അർത്ഥം അൽ ഇംസാഖു അനിൽ അക്ലി വശുർബി വസാഇരിൽ മുഫത്തിറാത്തി മഅൻ നിയ്യ മിൻ തുലൂഇൽ ഫജ്രി സ്വാദിഖി ഇലാ ഗുറൂബി ശംസ്. തീറ്റ, കുടി ഇതിനെക്കുറിച്ച് പിടിച്ചു നിൽക്കുക, അതുപോലെ മറ്റുള്ള നോമ്പ് മുറിയുന്ന മറ്റു കാര്യങ്ങളെ തൊട്ടും പിടിച്ചു നിൽക്കുക, പ്രത്യേക നിയ്യത്തോടുകൂടെ. അത് ഫജ്ർ മുതൽ സൂര്യൻ അസ്തമിക്കുന്നത് വരെയാണ് അവൻ പിടിച്ചു നിൽക്കേണ്ടത്. ഇതാണ് മതത്തിൽ ശർഇൽ സൗമ് എന്ന വാക്കിൻ്റെ അർത്ഥം. രണ്ട് റുക്കുനുകളാണ് നോമ്പിനുള്ളത്. നോമ്പിനുള്ളത് രണ്ട് റുക്കുനുകളാണ്. ഒന്നാമത്തെ റുക്കിന് അൽ ഇംസാഖു അനിൽ മുഫത്തിറാത്തി മിൻ തുലൂഇൽ ഫജ്രി ഇലാ ഗുറൂബി ശംസ് എന്നാണ്. ഫജ്ർ സാദിഖ് മുതൽ ഫജ്ർ മുതൽ സൂര്യൻ അസ്തമിക്കുന്നത് വരെയുള്ള സമയത്ത് നോമ്പ് മുറിയുന്ന കാര്യങ്ങളെ തൊട്ട് പിടിച്ചു നിൽക്കുക എന്നുള്ളതാണ് ഒന്നാമത്തെ റുക്കിന്. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല പറഞ്ഞു, ഫൽ ആന ബാഷിറൂഹുന്ന വബ്തഗൂ മാ കതബല്ലാഹു ലക്കും വകുലൂ വഷ്റബൂ ഹത്താ യതബയ്യന ലക്കുമുൽ ഖൈത്തുൽ അബ്യളു മിനൽ ഖൈത്തിൽ അസ്വദി മിനൽ ഫജ്രി സുമ്മ അതിമ്മുസ്സിയാമ ഇലൽ ലൈൽ. ഫജ്ർ വരെ നിങ്ങൾ തിന്നുകയും കുടിക്കുകയൊക്കെ ചെയ്യാം. ഫജ്ർ മുതൽ രാത്രി വരെ നിങ്ങൾ നോമ്പിനെ പിടിച്ചു നിൽക്കണം. അഥവാ ഭക്ഷണം കഴിക്കാതെ നിങ്ങൾ നോമ്പിനെ പൂർത്തീകരിക്കണമെന്ന് വിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല പറഞ്ഞു. രണ്ടാമത്തത് നിയ്യത്ത് എന്നുള്ളതാണ് രണ്ടാമത്തെ റുക്കിന്. ഒന്നാമത്തത് പിടിച്ചു നിൽക്കൽ, രണ്ടാമത്തത് അന്നിയ്യത്ത്. നോമ്പുകാരൻ നോമ്പെടുക്കുന്നു എന്ന് കരുതണം. അതാണ് രണ്ടാമത്തെ റുക്കുന്. ഈ രണ്ട് റുക്കുനുകളാണ് നോമ്പിനെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കാനുള്ളത്. എന്താണ് റമളാൻ നോമ്പിൻ്റെ വിധി? എന്താണ് റമളാൻ നോമ്പ്? അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനെ ഫറലാക്കിയിട്ടുണ്ട്. വിശ്വാസികൾക്ക് അല്ലാഹു അതിനെ ഫറലാക്കിയതാണ്. അപ്പോൾ റമളാൻ നോമ്പ് ഫറലാണ് എന്നർത്ഥം. മാത്രമല്ല അല്ലാഹു തആല പരിശുദ്ധ ഇസ്ലാമിൻ്റെ 5 റുക്കുനുകൾ പറഞ്ഞെടുത്ത് അതിനെ 5 റുക്കുനുകളിലെ ഒരു റുക്കുനായിട്ട് പരിശുദ്ധ ഇസ്ലാമിൽ അതിനെ എണ്ണീറ്റും ഉണ്ട്. മഹാനായ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ നമുക്കിങ്ങനെ കാണാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ബുനിയൽ ഇസ്ലാമു അല ഖംസിൻ ഷഹാദത്തു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് വ ഇഖാമുസ് സ്വലാത്തി വ ഈതാഉസ് സകാത്തി വ സൗമു റമളാന
വഹിജ്ജു ബൈത്തില്ലാഹിൽ ഹറാമി മൻ ഇസ്തതാഅ ഇലൈഹി സബീല. ഈ 5 കാര്യങ്ങൾ പറഞ്ഞിടത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വസൗമു റമളാൻ, റംളാനിലെ നോമ്പും റസൂലുള്ള എണ്ണി. അപ്പോൾ അതുകൊണ്ട് ഇസ്ലാമിൻ്റെ 5 റുക്കുനുകളിൽപ്പെട്ട ഒരു റുക്കുനാണ് എന്നും മനസ്സിലാക്കണം. നോമ്പിൻ്റെ ഇനങ്ങൾ, അഖ്സാമുസ്സിയാം, നോമ്പിൻ്റെ ഇനങ്ങൾ ഏതൊക്കെയാണ്? അസ്സിയാമു ഖിസ്മാനി, 2 ഐറ്റമാണ് നോമ്പുള്ളത്. വാജിബുൻ, ഒന്ന് വാജിബാണ്, വതതവ്വുൻ, മറ്റൊന്ന് സുന്നത്താണ്. ഇതിലെ വൽവാജിബു യൻഖസിമു ഇലാ സലാസത്തി അഖ്സാമിൻ, വാജിബ് തന്നെ 3 ഐറ്റത്തിലേക്ക് വേർതിരിയും, ഓഹരിയാകും. ആ 3 ഏതാണ്? ഒന്ന് സൗമു റമളാൻ, റംളാനിലെ നോമ്പ്. മറ്റൊന്ന് സൗമുൽ മുക്കഫാറാത്ത്, പ്രാശ്ചിത്യം എന്നുള്ള നിലയിൽ ചെയ്യേണ്ട നോമ്പ്. അഥവാ റമളാൻ മാസത്തിൽ തന്നെ ചില കാരണങ്ങളെ കൊണ്ട് നോമ്പ് മുറിഞ്ഞു കഴിഞ്ഞാൽ അവിടെ അവന് കഫാറത്തായിട്ട് 2 മാസം തുടരെ നോമ്പെടുക്കേണ്ട മസല വരുന്നുണ്ട്. അതുപോലെ ഹജ്ജ് സമയങ്ങളിലും ഇതുപോലെ നോമ്പെടുക്കേണ്ട മസല വരും. ആ നോമ്പിനാണ് കഫാറാത്തിൻ്റെ നോമ്പ് എന്ന് പറയുന്നത്. അതുപോലെ സൗമുൻ നദിർ, നേർച്ച ചെയ്ത നോമ്പ്, സുന്നത്തായ നോമ്പുകളെ നിർബന്ധമായും ഞാൻ എടുക്കുമെന്നൊരാൾ നേർച്ചയാക്കിയാൽ അതും സൗമു വാജിബാണ്. അപ്പോൾ ഇങ്ങനെ വാജിബ് 3 ഐറ്റാണ്. ഒന്ന് സൗമു റമളാൻ, സൗമുൽ കഫാറാത്ത്, അതുപോലെ തന്നെ സൗമുൻ നദിർ, നേർച്ചയുടെ നോമ്പ് എന്നുള്ളത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റമളാൻ മാസത്തിൻ്റെ പ്രത്യേകതകൾ ധാരാളം നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. റസൂലുള്ളാഹി പറഞ്ഞു, മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്നും നിവേദനം, അദ്ദേഹം പറയുകയാണ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, മൻ ഖാമ ലൈലത്തുൽ ഖദ്രി ഈമാനൻ വഹ്തിസാബൻ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി വമൻ സാമ റമളാന ഈമാനൻ വഹ്തിസാബൻ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി. ആരെങ്കിലും ലൈലത്തുൽ ഖദ്റിൻ്റെ രാത്രിയിൽ പടച്ചവനിൽ വിശ്വസിച്ചുകൊണ്ടും പടച്ചവനിൽ നിന്നുള്ള കൂലി പ്രതീക്ഷിച്ചുകൊണ്ടും നമസ്കരിച്ചാൽ അവൻ്റെ മുൻകഴിഞ്ഞു പോയ പാപങ്ങളെ അള്ളാഹു തആല പുറത്തു കൊടുക്കുമെന്നും, അതുപോലെ റമളാനിൽ ആരെങ്കിലും അള്ളാഹുവിൽ വിശ്വസിച്ചുകൊണ്ടും അവനിൽ നിന്ന് കൂലി പ്രതീക്ഷിച്ചുകൊണ്ടും നോമ്പെടുത്താൽ അവൻ്റെയും മുൻകഴിഞ്ഞു പോയ പാപങ്ങളെ അള്ളാഹു തആല പുറത്തു കൊടുക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. മറ്റൊരു ഹദീസിൽ, അബൂ ഹുറൈറയിൽ നിന്ന് തന്നെ റിപ്പോർട്ട് ചെയ്തുള്ള മറ്റൊരു ഹദീസിൽ റസൂലുള്ളാഹി പറഞ്ഞു, അസ്സലവാത്തുൽ ഖംസു വൽ ജുമഅത്തു ഇലൽ ജുമഅത്തി വറമളാനുൻ ഇലാ റമളാന മുകഫിറാത്തുൻ ലിമാ ബൈനഹുന്ന ഈദ ജുത്തുനിബത്തിൽ കബായിറു. 5 നേരത്തെ നിസ്കാരം, ഒരു ജുമഅ മറ്റേ ജുമഅ വരെ, ഒരു റമളാൻ മുതൽ മറ്റേ റമളാൻ വരെ, അതിൻ്റെ ഇടയിലുള്ള എല്ലാ തെറ്റുകളും, ചെറിയ ചെറിയ പാപങ്ങളെ അള്ളാഹു തആല പുറത്തു തരുന്നതാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ പഠിപ്പിക്കുകയാണ്. അതുപോലെ സുഹൃത്തുക്കളെ, റമളാൻ നോമ്പ് നിർബന്ധമാവാനുള്ള നിബന്ധനകൾ, ഷുറൂത്ത് ഉജൂബ് സിയാമി റമളാൻ, റമളാൻ നോമ്പ് നിർബന്ധമാവാനുള്ള ഷർത്തുകൾ ഏതൊക്കെയാണ്? ഒന്ന് അൽ ഇസ്ലാം, മുസ്ലിം നോമ്പെടുത്താലേ നോമ്പ് സഹിയാവുകയുള്ളൂ. മുസ്ലിമിനെ നോമ്പ് നിർബന്ധമുള്ളൂ, കാഫിറിന് നോമ്പ് നിർബന്ധമുള്ളതല്ല. ഫലാ യജിബു വലാ യസിഹു അസ്സിയാമു മിനൽ കാഫിരി, കാഫിറിന് നിർബന്ധമില്ല, കാഫിറിൽ നിന്ന് നോമ്പ് സ്വീകരിക്കുകയും ഇല്ല. കാരണം ലിഅന്ന സിയാമ ഇബാദത്തുൻ വൽ ഇബാദത്തു ലാ തസിഹു മിനൽ കാഫിരി, നോമ്പ് ഒരു ആരാധനയാണ്, ആരാധന കാഫിറിൽ നിന്ന് അല്ലാഹു തആല സ്വീകരിക്കുന്നതല്ല, അത് സഹിയാവുകയും ഇല്ല. രണ്ടാമത്തെ ഷർത്ത് അൽ ബുലൂഗ്, പ്രായപൂർത്തിയാവുക എന്നുള്ളതാണ്. അങ്ങനെ വരുമ്പോൾ ഫലാ യജിബു സിയാമു അലാ മൻ ലം യബ്ലുഗ് ഹദ്ദ തക്ലീഫ്, പ്രായപൂർത്തി എത്താത്ത ആൾക്ക് നോമ്പ് നിർബന്ധമില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ആ വിഷയവുമായി ബന്ധപ്പെട്ട് റുഫി അൽ ഖലമു അൻ സലാസത്തിൻ, 3 പേർക്ക് തെറ്റില്ല, അവർക്ക് ശിക്ഷയില്ല, അവർക്ക് പ്രയാസം ഇല്ല എന്നുള്ള കലമിനെ അവരിൽ നിന്ന് ഉയർത്തപ്പെട്ടിരിക്കുന്നു, കീർത്തന അവർക്കില്ല എന്ന് പറഞ്ഞ ഹദീസിൽ ആ 3 കൂട്ടരിലെ ഒന്നിന് റസൂലുള്ള പറഞ്ഞത് കുട്ടിയെക്കുറിച്ചാണ്, അവൻ പ്രായപൂർത്തിയാകുന്നത് വരെ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. എന്നാൽ
പ്രായപൂർത്തിയാവാത്ത കുട്ടി തമ്മീസുള്ളവനാണെങ്കിൽ, വകതിരിവുള്ള കുട്ടിയാണെങ്കിൽ രക്ഷിതാവ് അവൻ നോമ്പെടുത്താൽ അവൻ്റെ നോമ്പ് സഹിയാകും. മാത്രമല്ല നോമ്പെടുക്കാൻ വേണ്ടി അവൻ്റെ രക്ഷിതാക്കൾ അവനോട് കൽപ്പിക്കൽ അത്യാവശ്യവുമാണ്. മൂന്നാമത്തത് അൽ അഖിൽ, ബുദ്ധിയാണ്. ബുദ്ധിയുള്ളവനെ നോമ്പ് സഹിയാവുകയുള്ളൂ. ഫലാ യജിബു സിയാമു അലൽ മജ്നൂനി, ഭ്രാന്തന് നോമ്പ് നിർബന്ധം ഉള്ളതല്ല. നേരത്തെ പറഞ്ഞ ഹദീസിൽ, 3 കൂട്ടരെ കുറിച്ച് പറഞ്ഞ ഹദീസിൽ ഭ്രാന്തനെയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എണ്ണിയിട്ടുണ്ട്. നാലാമത്തത് ആരോഗ്യമാണ്, അസ്സിഹത്ത്. അപ്പോൾ രോഗിയാണ്, അവന് നോമ്പെടുക്കാൻ സാധ്യമല്ല എങ്കിൽ അവനും നോമ്പ് നിർബന്ധമുള്ളതല്ല. ഇനി രോഗി നോമ്പ് നോറ്റാൽ നോമ്പ് സഹിയാകുന്നതും ആണ്. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല പറഞ്ഞു, വമൻ കാന മരീളൻ ഔ അലാ സഫരിൻ ഫഇദ്ദത്തും മിൻ അയ്യാമിൻ ഉഖർ. ആരെങ്കിലും രോഗിയായി അതല്ലെങ്കിൽ യാത്രക്കാരനായാൽ അവൻ മറ്റൊരു ദിവസത്ത് വേറൊരു ദിവസങ്ങളിൽ നോമ്പെടുത്ത് വീട്ടട്ടെ എന്ന് വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു തആല പറഞ്ഞു. അങ്ങനെ ഫഇൻസാലൽ മറളു വജബ അലൈഹി ഖളാഉ മാ അഫ്തറഹു മിൻ അയ്യാം. നോമ്പുകാരൻ, രോഗിയുടെ രോഗം മാറിയാൽ അവൻ്റെ ഖളാ ആയ നോമ്പ് അവൻ എടുത്ത് വീട്ടൽ നിർബന്ധമാണ് എന്ന് മനസ്സിലാക്കണം. അഞ്ചാമത്തെ ഷർത്ത് അൽ ഇഖാമത്ത്, നാട്ടിൽ താമസിക്കുന്നവനായിരിക്കണം. അപ്പോൾ യാത്രക്കാരന് നോമ്പ് നിർബന്ധമുള്ളതല്ല. ഫലാ യജിബു സൗമു അലൽ മുസാഫിർ. അല്ലാഹു തആല പറഞ്ഞു, വമൻ കാന മരീളൻ ഔ അലാ സഫരിൻ. ആരെങ്കിലും രോഗിയോ യാത്രക്കാരനോ ആണ് എങ്കിൽ ഫഇദ്ദത്തും മിൻ അയ്യാമിൻ ഉഖർ. വേറെ ദിവസങ്ങൾ നോറ്റ് വീട്ടട്ടെ, യാത്രയിൽ നോമ്പെടുക്കേണ്ടതില്ല എന്ന് റസൂലുള്ളാഹി വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു തആല പറഞ്ഞു. എന്നാൽ യാത്രക്കാരൻ നോമ്പെടുത്താലോ ഫലൗസാമൽ മുസാഫിറു സഹ സിയാമുഹു, അവൻ്റെ നോമ്പ് സഹിയാണ്. അവൻ നോമ്പ് മുറിച്ചതിനെ വേറെ ദിവസങ്ങളിൽ ഖളാ വീട്ടലും നിർബന്ധമാണ്. ആറാമത്തെ നിബന്ധന അൽ ഖുലൂഉ മിനൽ ഹൈള് വൻ നിഫാസ്, ഹൈളിൽ നിന്നും നിഫാസിൽ നിന്നും ഒഴിവാവുക എന്നുള്ളതാണ്. അപ്പോൾ ഹൈളുകാരി, പ്രസവിച്ച സ്ത്രീ, ഇവർക്ക് നോമ്പെടുക്കൽ നിർബന്ധമുള്ളതല്ല. അവർക്ക് നോമ്പെടുക്കൽ നിഷിദ്ധമാണ്, ഹറാമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അലൈസ ഇദാ ഹാലത്ത് ലം തുസല്ലി വലം തസും ഫദാലിക മിൻ നുഖ്സാനി ദീനിഹാ. അവർ ഹൈളുള്ളവളാണെങ്കിൽ നിസ്കരിക്കേണ്ടതില്ല, നോമ്പെടുക്കേണ്ടതില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ വയജിബുൽ ഖളാഉ അലൈഹിമ, 2 പേർക്കും നോമ്പ് ഖളാ വീട്ടൽ നിർബന്ധമാണ്. ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞു, കുന്നാ യുസീബുനാ ദാലിക്, ഞങ്ങൾക്ക് ഇങ്ങനെ ഹൈളും നിഫാസും ഉണ്ടാവാറുണ്ടായിരുന്നു. അന്നേരം ഫനുഉമറു ബി ഖളാഇസ് സൗമി, നോമ്പ് ഖളാ വീട്ടാൻ ഞങ്ങളോട് കൽപ്പിക്കപ്പെട്ടിരുന്നു. വലാ നുഉമറു ബി ഖളാഇസ് സ്വലാത്തി, നിസ്കാരം ഖളാ വീട്ടാൻ കൽപ്പിച്ചിട്ടില്ല എന്ന്. അടുത്തത് നോമ്പിൻ്റെ രണ്ടാമത്തെ റുക്കുനായിട്ട് പറഞ്ഞ നിയ്യത്ത്, നോമ്പിനെ കരുതൽ. അതിൻ്റെ സമയം, ഫർള് നോമ്പാണെങ്കിൽ എപ്പോഴാണ് നിയ്യത്ത് ചെയ്യേണ്ടത് എന്നതിനെക്കുറിച്ച് പറയുന്ന മസ്അല. യജിബു അലസ്വാഇമി അൻ യൻവിയ സിയാം, നോമ്പുകാരന് നോമ്പിനെ കരുതൽ നിർബന്ധമാണ്. വഹിയ റുക്നും മിൻ അർക്കാനിഹി, നോമ്പിൻ്റെ ഒരു റുക്കിനിൽപ്പെട്ട ഒരു റുക്കിനാണ് നിയ്യത്ത് എന്നുള്ളത്. റസൂലുള്ളാഹി പറഞ്ഞു, ഇന്നമൽ അഅ്മാലു ബിന്നിയാതി വ ഇന്നമാ ലികുല്ലി ഇംരിഇൻ മാ നവ, ഏത് അമലുകളും അള്ളാഹു സ്വീകരിക്കുന്നത് നിയ്യത്തോടു കൂടെയാണ് എന്ന്. വയൻബിഹാ മിനൽ ലൈലി ഫിസ്സിയാമിൽ വാജിബി, നിർബന്ധമുള്ള നോമ്പിൽ അവൻ എന്ത് ചെയ്യണം? രാത്രി തന്നെ നിയ്യത്ത് ചെയ്യണം. നിർബന്ധമുള്ള നോമ്പ് എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞ 3 ഐറ്റവും പെടും. റമളാൻ നോമ്പ്, കഫാറത്തിൻ്റെ നോമ്പ്, നേർച്ച നോമ്പ്. ഈ 3 നോമ്പിനും വാജിബായ നോമ്പാണ്. ഇതിൻ്റെ നിയ്യത്ത് രാത്രിയിൽ തന്നെ നിയ്യത്ത് ചെയ്യേണ്ടതാണ്. വലൗ ഖബലൽ ഫജ്രി ബിദഖീഖത്തിൻ വാഹിദ, ഫജ്റിൻ്റെ 1 മിനിറ്റ് മുമ്പെങ്കിലും നിയ്യത്ത് സംഭവിച്ചിരിക്കണം എന്നർത്ഥം. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, മല്ലം യുബയ്യിത്തി സിയാമ ഖബലൽ ഫജ്രി ഫലാ സിയാമ ലഹു, ഫജ്റിൻ്റെ മുമ്പ് ഒരാൾ രാത്രിയിൽ നിയ്യത്ത് ചെയ്തിട്ടില്ല എങ്കിൽ
അവന് നോമ്പില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്. ഇനി ഒരാൾ ഫമൻ നവാ സൗമൻ ഫിന്നഹാരി, പകലിൽ ഒരാൾ നിയത്ത് കരുതി, അവൻ ഒരു ഭക്ഷണവും കഴിച്ചിട്ടില്ല, അപ്പോൾ അത്താഴവും കഴിച്ചിട്ടില്ല, രാവിലെ എഴുന്നേറ്റിട്ട് ഒന്നും കഴിച്ചിട്ടില്ല, കുടിച്ചിട്ട് പോലുമില്ല, അങ്ങനെ ഒരാൾ നിയത്ത് ചെയ്താൽ പോലും അവൻ്റെ നിയത്ത് സഹിയല്ല, സുന്നത്ത് നോമ്പിലൊഴികെ. ഇല്ലാ ഫി സിയാമി തത്തവുഇ, സുന്നത്ത് നോമ്പിൽ അവന് പകൽ നിയത്ത് ചെയ്യൽ അനുവദനീയമാണ്, ഒന്നും കഴിക്കുകയോ കുടിക്കുകയോ ചെയ്തിട്ടില്ലെങ്കിൽ. ആയിഷ റളിയല്ലാഹു അൻഹയുടെ ഹദീസ്, ആയിഷ റളിയല്ലാഹു അൻഹ പറയുകയാണ്, ദഖല അലയ്യൻ നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം ദാത യൗമിൻ, ഒരു ദിവസം എൻ്റെ അരികിലേക്ക് റസൂലുള്ള കടന്നു വന്നു. എന്നിട്ട് റസൂലുള്ള പറഞ്ഞു, ഹൽ ഇൻദക്കും മിൻ ഷൈ, നിങ്ങളുടെ അരികിൽ വല്ലതും കഴിക്കാനുണ്ടോ എന്ന് ചോദിച്ചു. ഫഖുൽന, ഞങ്ങൾ പറഞ്ഞു, ലാ, ഒന്നും ഇല്ല. അപ്പോൾ റസൂലുള്ള പറയുകയാണ്, ഫഇന്നി ഇദൻ സായിമുൻ, എന്നാൽ ഞാൻ നോമ്പെടുക്കുകയാണ്. ആ പകൽ സമയത്ത് ഭക്ഷണം കിട്ടിയില്ല റസൂലിന്, റസൂലുള്ള ഭക്ഷണം കഴിച്ചിട്ടുമില്ല. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടെ സുന്നത്ത് നോമ്പ് എന്നുള്ളതിൽ നിയത്ത് ചെയ്തിട്ട് നോമ്പെടുത്ത് പൂർത്തിയാക്കുകയാണ് ചെയ്തത്. അപ്പോൾ സുന്നത്തായ നോമ്പിന് പകൽ നിയത്ത് ചെയ്യുന്നതിന് വിരോധം ഉള്ളതല്ല എന്ന്. അടുത്ത് നമ്മൾ പഠിക്കാൻ പോകുന്നത് നോമ്പ് മുറിക്കാൻ അനുവദനീയമായ കാരണങ്ങൾ. റമളാനിൽ ഒരാൾക്ക് നോമ്പ് മുറിക്കണമെങ്കിൽ അനുവദിച്ച കാരണങ്ങൾ ഏതൊക്കെയാണ്? അതിൽ ഒന്നാമത്തെ കാരണം അല്ലവ്വലു അൽ മറലു വൽ കിബറു, രോഗവും വയസ്സാവലും പ്രായമാവലുമാണ്. ഫയജൂസു ലിൽ മരീദില്ലദി യുർജാ ബുറുഹു അൽ ഫിത്റു, രോഗം സുഖപ്പെടും എന്ന് പ്രതീക്ഷയുള്ള രോഗിക്ക് രോഗസമയത്ത് നോമ്പ് മുറിക്കൽ അനുവദനീയമാണ്. ഫഇദാ ബരിഅ വജബ അലൈഹി ഖളാഉൽ അയ്യാമില്ലത്തി അഫ്തറഹ, അവന് രോഗം ശിഫയായാൽ നോമ്പ് മുറിച്ച ദിവസങ്ങളിലെ നോമ്പിനെ വീട്ടൽ അവനക്ക് നിർബന്ധമാണ് എന്നർത്ഥം. നേരത്തെ വിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറഞ്ഞു, അയ്യാമൻ മഅദൂദാതിൻ ഫമൻ കാന മിൻകും മരീളൻ ഔ അലാ സഫരിൻ ഫഇദ്ദത്തുൻ ഫിൻ അയ്യാമിൻ ഉഖർ, രോഗിയോ യാത്രക്കാരനോ ആണെങ്കിൽ വേറെ ദിവസങ്ങളിൽ നോമ്പെടുത്ത് വീട്ടിയാൽ മതി എന്ന് പറഞ്ഞതുപോലെ. ഇനി രോഗം സുഖപ്പെടുകയില്ല എന്ന് വിചാരിക്കുന്ന രോഗി, അമ്മൽ മരീദുല്ലദീ ലാ യുർജാ ബുറൂഹു, അവൻ്റെ അസുഖം മാറുമെന്ന് പ്രതീക്ഷയില്ല, അങ്ങനെയുള്ള രോഗി. അതല്ലെങ്കിൽ അവിൽ ആജിസു അനിസ്സിയാമി അജിസൻ മുസ്തമിറൻ, സ്ഥിരമായ അശക്തതയുള്ള നോമ്പെടുക്കാൻ കഴിയാത്ത ആൾ, കൽ കബീരി, വയസ്സായ വലിയ ആളുകൾക്ക് നോമ്പെടുക്കാൻ കഴിയൂല, അതുപോലെ രോഗം ശിഫയാവുകയില്ല എന്ന് ബോധ്യമുള്ള രോഗി, ഇവരൊന്നും നോമ്പെടുക്കേണ്ടതില്ല, അവർക്കൊക്കെ നോമ്പ് മുറിക്കാം, അവർ ഖളാ വീട്ടേണ്ടതും ഇല്ല. പിന്നെ എന്താ ചെയ്യേണ്ടത്? വ ഇന്നമാ തൽസമുഹു ഫിദിയത്തുൻ, അവർ ഫിദിയ കൊടുക്കണം, ഓരോ ദിവസത്തിനും ഫിദിയ കൊടുത്താൽ മതി. അതെങ്ങനെ? ഓരോ ദിവസവും സാധുക്കൾക്ക് ഭക്ഷണം കൊടുക്കുക, അതാണ് അവർ ചെയ്യേണ്ടത്. രോഗം ശിഫയാകുമെന്ന് പ്രതീക്ഷയില്ലാത്ത രോഗികൾ, അതുപോലെ പ്രായാധിക്യം കൊണ്ട് നോമ്പെടുക്കാൻ കഴിയാത്ത ആളുകൾ, അവർ നോമ്പെടുക്കലും നിർബന്ധമില്ല, ഖളാ വീട്ടലും നിർബന്ധമില്ല. അവർ ചെയ്യേണ്ടത് ഓരോ ദിവസത്തെയും നോമ്പിന് സാധുക്കൾക്ക് ഭക്ഷണം കൊടുക്കലാണ്. ഇമാം ബുഖാരി പറഞ്ഞു റഹിമഹുല്ല, വ അമ്മ ഷെയ്ഖുൽ കബീറു, വലിയ പ്രായമുള്ള ആൾ, ഇദാലം യുത്ഖി സിയാം, നോമ്പെടുക്കാൻ സാധ്യമല്ലെങ്കിൽ, ഫഖദ് അത്അമ അനസുൻ, അനസ് റളിയല്ലാഹു അൻഹു ഭക്ഷണം കൊടുത്തിട്ടുണ്ട്, ബഅദമാ കബുറ, അയാൾക്ക് പ്രായം വന്നതിൻ്റെ ശേഷം, ആമൻ ഔ ആമൈൻ, 1 വർഷമോ 2 വർഷമോ അദ്ദേഹം ഭക്ഷണം കൊടുത്തിട്ടുണ്ട്, അൻകുല്ലി യൗമിൻ, ഓരോ ദിവസത്തിനും, മിസ്കീനൻ, സാധുക്കൾക്ക് ഭക്ഷണം കൊടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞു. അതുപോലെ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ പറയുകയാണ്, ഫിശ്ശൈഖിൽ കബീരി വൽ മർഅത്തിൽ കബീറ, വലിയ പുരുഷൻ, പ്രായമേറിയ പുരുഷനും സ്ത്രീയും, ലാ യസ്തതിആനി അൻ യസൂമ, നോമ്പെടുക്കാൻ സാധ്യമല്ലാത്ത, ഫല്യുത്ഇമാ മക്കാന കുല്ല യൗമിൻ മിസ്കീനൻ, മക്കാന കുല്ല യൗമിൻ മിസ്കീൻ, ഓരോ ദിവസത്തെയും നോമ്പിൻ്റെ സ്ഥാനത്ത്
സാധുക്കൾക്ക് ഭക്ഷണം കൊടുക്കട്ടെ എന്ന് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുണ്ട് എന്നർത്ഥം. രണ്ടാമത്തേത് നോമ്പ് മുറിക്കൽ അനുവദനീയമാക്കുന്ന രണ്ടാമത്തെ കാരണം അസ്സഫറു യാത്രയാണ്. ഫയുബാഹുലിൽ മുസാഫിരി അൽ ഫിത്റു ഫി റമളാൻ, യാത്രക്കാരന് നോമ്പ് മുറിക്കൽ റമളാനിൽ നോമ്പ് മുറിക്കൽ അനുവദനീയമാണ്. പക്ഷേ മറ്റൊരു ദിവസം അവൻ ഖളാ വീട്ടണം. നേരത്തെ പറഞ്ഞ ആയത്ത് തന്നെ ഫമൻ കാന മിൻകും മരീളൻ ഔ അലാ സഫരിൻ, ആരെങ്കിലും യാത്രയിലാണെങ്കിൽ ഔ അലാ സഫരിൻ ഫഇദ്ദത്തും മിൻ അയ്യാമിൻ ഉഖർ, വേറെ ദിവസങ്ങളിൽ നോറ്റ് വീട്ടട്ടെ എന്ന് വിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല പറഞ്ഞതുപോലെ. മാത്രമല്ല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്ക് നബിയോട് യാത്രയുള്ള നോമ്പിനെക്കുറിച്ച് ചോദിച്ചപ്പോൾ റസൂലുള്ളാഹി പറഞ്ഞു, ഇൻ ശിഅത ഫസും വ ഇൻ ശിഅത ഫഅഫ്തിർ, നിനക്ക് വേണമെങ്കിൽ നോമ്പെടുത്തോ, വേണമെങ്കിൽ നോമ്പ് മുറിച്ചളാ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ. അതുപോലെ യാത്രക്കാരൻ്റെ നോമ്പ് മുറിക്കൽ അനുവദനീയമായത് നിസ്കാരം കസറാക്കാൻ പറ്റുന്ന രൂപത്തിലുള്ള യാത്രയായിരിക്കണം. യാത്ര തവീലായിരിക്കണം, ദീർഘിച്ച യാത്രയായിരിക്കണം. നിസ്കാരത്തെ കസറാക്കി നിസ്കരിക്കാൻ പറ്റുന്ന യാത്രയായിരിക്കണം എന്നർത്ഥം. ഇനി ഒരു യാത്രക്കാരൻ നോമ്പ് നോറ്റാൽ ആ നോമ്പ് സഹിയാണ്. വ ഇൻസാമൽ മുസാഫിറു സഹ സൗമുഹു വ അജ്സ, അത് മതി അവന്, പ്രശ്നമുള്ളതൊന്നുമല്ല. അനസ് റളിയല്ലാഹു അൻഹുയുടെ ഹദീസ് എന്താണ്? അദ്ദേഹം പറയുകയാണ്, കുന്നാ നുസാഫിറു മഅൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഞങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുകൂടെ യാത്ര ചെയ്തപ്പോൾ ഫലം യുഇബിസ്സായിമു അലൽ മുഫ്തിർ, നോമ്പില്ലാത്ത ആളുകളെ നോമ്പുകാർ ആക്ഷേപിച്ചില്ല. വലൽ മുഫ്തിറു അലസ്സായിമി, നോമ്പില്ലാത്ത ആൾ നോമ്പുകാരനെയും ആക്ഷേപിച്ചിട്ടില്ല. രണ്ടു കൂട്ടരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും ആക്ഷേപം പറഞ്ഞിട്ടില്ല. പക്ഷേ പ്രയാസമാണെങ്കിൽ പ്രയാസം സഹിച്ചുകൊണ്ട് യാത്രയിൽ നോമ്പെടുക്കാൻ പാടുള്ളതല്ല. അവൻ നോമ്പ് എടുക്കാതിരിക്കലാണ് ഏറ്റവും നല്ലത്. കാരണം നബിയോട് കൂടെയുള്ള ഒരു യാത്രയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു നോമ്പുകാരനായ മനുഷ്യൻ, അദ്ദേഹം ക്ഷീണിച്ചുകൊണ്ട് ആളുകളെല്ലാം അദ്ദേഹത്തിന് തണലിട്ട് കൊടുക്കുന്നതായി കണ്ടു. ജനങ്ങൾ അദ്ദേഹത്തിൻ്റെ ചുറ്റുപാടും കൂടി നിൽക്കുന്നത് കണ്ടപ്പോൾ റസൂലുള്ളാഹി എന്താണെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം നോമ്പുകാരനാണെന്ന് മറുപടി പറഞ്ഞു. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ലൈസ മിനൽ ബിർറി അസ്സിയാമു ഫിസ് സഫർ, യാത്രയിൽ അങ്ങനെ പ്രയാസപ്പെട്ട് നോമ്പെടുക്കൽ അത് അത്ര പുണ്യമുള്ള കാര്യമൊന്നും അല്ല എന്ന് റസൂലുള്ളാഹി പറഞ്ഞു. മൂന്നാമത്തെ നോമ്പ് മുറിക്കൽ അനുവദനീയമായ മൂന്നാമത്തെ കാര്യം അൽ ഹൈളു വൻ നിഫാസ്, ഹൈളും നിഫാസുമാണ്. സ്ത്രീകൾക്കുണ്ടാകുന്ന ഹൈള്, അതുപോലെ തന്നെ പ്രസവരക്തം. അങ്ങനെയുള്ളവർക്ക് നോമ്പ് എടുക്കേണ്ടതുള്ളതല്ല. അവർ നോമ്പ് എടുക്കൽ ഹറാമാണ്. അവർക്ക് നോമ്പെടുക്കൽ, അവർ നോമ്പ് മുറിക്കണം. അവർ നോമ്പ് എടുക്കൽ വയഹ്റുമു അലൈഹ അസ്സൗം, നോമ്പെടുക്കൽ അവർക്ക് എന്താണ്? നിഷിദ്ധമാണ് എന്നർത്ഥം. നാലാമത്തത് അൽഹംലു വർറള, ഗർഭവും അതുപോലെ തന്നെ മുല കൊടുക്കലും. ഈ രണ്ട് സ്ത്രീകൾ നോമ്പെടുക്കൽ, അവർക്ക് നോമ്പിനെ മുറിക്കൽ അവർക്ക് അനുവദനീയമാണ്. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, മുല കൊടുക്കുന്ന സ്ത്രീയും അതുപോലെ തന്നെ ഗർഭിണികളായ സ്ത്രീകളും അവരെ ശരീരത്തെ അവർ ഭയപ്പെട്ടുകൊണ്ട് നോമ്പ് മുറിക്കുകയോ അതല്ലെങ്കിൽ അവരുടെ കുട്ടിക്ക് ഭയപ്പെട്ടുകൊണ്ട് രണ്ട് രൂപത്തിൽ നോമ്പ് മുറിക്കലുണ്ടാകാം. അതായത് അവർ നോമ്പെടുത്തു കഴിഞ്ഞാൽ അവർക്ക് പ്രയാസമുണ്ടാകും, അതല്ലെങ്കിൽ അവരുടെ കുട്ടിക്ക് പ്രയാസമുണ്ടാകും എന്നുള്ള നിലക്ക് നോമ്പ് മുറിക്കാം. അങ്ങനെ നോമ്പ് മുറിക്കൽ അവർക്ക് അനുവദനീയമാണ്. ഇതുമായി അനസ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ ഇങ്ങനെ കാണാം. റസൂലുള്ളാഹി പറഞ്ഞു, ഇന്നല്ലാഹ വലഅ അനിൽ മുസാഫിർ ഷത്റ സ്വലാത്തി വസ്സൗം, യാത്രക്കാരന് അല്ലാഹു തആല നിസ്കാരത്തിൻ്റെ പകുതി വേണ്ട എന്ന് വെച്ചു, നോമ്പും വേണ്ട എന്ന് വെച്ചു. നിസ്കാരത്തിൻ്റെ പകുതി വേണ്ട എന്ന് വെച്ച് നിസ്കാരം കസറാക്കി നിസ്കരിക്കാം, 4 റക്അത്തിനെ 2 റക്അത്തായിട്ട് നമസ്കരിക്കാം. അങ്ങനെ അത് പകുതി വേണ്ട എന്ന് വെച്ചു, നോമ്പും വേണ്ട എന്ന് വെച്ചു. അതുപോലെ വാനിൽ ഹുബില, ഗർഭിണി, വൽമുർള, മുല കൊടുക്കുന്ന സ്ത്രീ, ഇവർക്ക് നോമ്പും വേണ്ട എന്ന് അള്ളാഹു തീരുമാനിച്ചു. പക്ഷേ ഈ 2 പേരും നോമ്പ് മുറിച്ചതിനെ വേറെ ദിവസത്തിൽ ഖളാ വീട്ടൽ നിർബന്ധമാണ്. എങ്ങനെ? അവരുടെ നഫ്സിനെ ഭയപ്പെട്ടുകൊണ്ടാണ്. വദാലിക ഇൻ ഖാഫത അലാ നഫ്സിഹിമ,
അവർക്ക് പ്രയാസമുണ്ടാകുമെന്ന് ഭയപ്പെട്ടുകൊണ്ട് നോമ്പ് മുറിച്ചതാണ് എങ്കിൽ അവർ ഖളാ വീട്ടിയാൽ മതി. എന്നാൽ അതോടൊപ്പം അവരുടെ കുട്ടിക്ക് പ്രയാസമുണ്ടാകും എന്നുള്ള നിലക്കാണ് നോമ്പ് മുറിച്ചത് എങ്കിൽ ഖളാ വീട്ടുകയും വേണം. അതോടുകൂടെ തന്നെ ഓരോ ദിവസവും സാധുക്കൾക്ക് ഭക്ഷണം കൊടുക്കുകയും വേണം. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ പറഞ്ഞു, വൽ മുർളിഉ വൽ ഹുബ്ല, മുല കൊടുക്കുന്നവളും ഗർഭിണികളും ഇദാ ഖാഫത അല ഔലാദിഹിമ, അവരുടെ മക്കളുടെ മേൽ പേടിച്ചുകൊണ്ട് അവർ ഭയപ്പെട്ടാൽ അഫ്തറത, നോമ്പ് മുറിക്കാം, വഅതഅമത, ഭക്ഷണം കൊടുക്കുകയും ചെയ്യാം. ഹാദാ അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ്. സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്.